ഹലോ, ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു മുളക് ബജിയുടെ റെസിപ്പി ആയിട്ടാണ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള മുളകെടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഈ മുളക് നല്ല അത്യാവശ്യം എരിവുള്ള മുളകാണ്. അത് കാരണം നമുക്ക് ഇത് നടുവിനെ ഇങ്ങനെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരുക്കളൊക്കെ എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ മുളകിൻ്റെയും കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ബജി ഉണ്ടാക്കാനുള്ള മാവാണ് തയ്യാറാക്കേണ്ടത്. അതിനു വേണ്ടി ഒരു പാത്രം എടുത്ത് അതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായംപൊടി, കുറച്ച് ബേക്കിംഗ് സോഡ, ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് കട്ടിയുള്ള മാവിൻ്റെ രൂപത്തിലാക്കി എടുക്കാം. ഇതുപോലെ അത്യാവശ്യം നല്ല കട്ടിയുള്ള രൂപത്തിലായിരിക്കണം നമ്മുടെ മാവ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മുളക് ഓരോന്നും ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മുളക് ഓരോന്നും മാവിൽ മുക്കിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. രണ്ട് സൈഡ് ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജി തയ്യാറായിട്ടുണ്ട്.